നമ്മുടെ മുമ്പിലുള്ള ജീവിത വെളിച്ചത്തെ കെടുത്തിക്കളയുന്ന ഒരു വികാരമാണ് നിരാശ എന്ന് പറയുന്നത്. ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും ഏതെങ്കിലും ഒന്നിനോടുള്ള താല്പര്യം അത് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ആദിയായി മെല്ലെ കടന്നു വരുന്ന ഒരു വികാരമാണ് നിരാശ എന്നുള്ളത്. ആ നിരാശ ഒരു പാമ്പിനെ പോലെ നമ്മുടെ മനസ്സിനെ വരിഞ്ഞു മുറുക്കുകയും നമ്മുടെ എല്ലാ ആത്മവിശ്വാസവും കെടുത്തിക്കളയുക മാത്രമല്ല, നമ്മുടെ പ്രവർത്തന ശേഷിയെപ്പോലും അത് നിഷ്ക്രിയമാക്കി കളയും. വലിയ ദുരന്തമാണത്. അതിൽ നിന്ന് റഹ്മാനായ റബ്ബ് നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത് നിന്റെ ജീവിതത്തിൽ നിനക്ക് നിരാശ പാടില്ല എന്നാണ്. നിരാശ എന്നുള്ളത് ജീവിത ലക്ഷ്യത്തെ മറന്നുകളയും അല്ലെങ്കിൽ മറത്തിക്കളയും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് റഹ്മാനായ റബ്ബ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായി പരലോക വിശ്വാസത്തെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള ഏക പരിഹാരം എന്ന് വേണമെങ്കിൽ പരലോക വിശ്വാസത്തെ നമുക്ക് പറയുവാൻ പറ്റും. എന്തുകൊണ്ട് അങ്ങനെ ഇസ്ലാം പറയുന്നു? യഥാർത്ഥത്തിൽ നാം ജീവിതത്തിൽ നേരിടുന്ന അനീതി നമ്മെ നിരാശരാക്കും. ഒരു രാജ്യം, ഭരണകൂടം, ഒന്നുകൂടി താഴേക്ക് വന്നാൽ നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ, അവരിൽ നിന്നൊക്കെ ചിലപ്പോ നീതി ലഭിക്കാതെ നമ്മൾ നിരാശയുടെ കയത്തിലേക്ക് പോകുവാൻ പറ്റും. അതിൽ നിന്ന് യഥാർത്ഥത്തിൽ അള്ളാഹു പറയുന്നത് അനീതി ദുനിയാവിലേ ഉള്ളൂ, നീതിയാണ് പരലോകം. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹു. ആ യൗമുദ്ദീൻ നമുക്ക് വരാനുണ്ട്, പ്രതിഫലത്തിന്റെ ദിനം. നാം ഏതൊക്കെ നിലക്ക് അനീതിക്ക് വിധേയരായിട്ടുണ്ടോ അവിടെയൊക്കെ നീതി നൽകി പ്രതിഫലം നൽകുന്ന ഒരു ദിനം നമുക്കുണ്ട് എന്നതാണ് വിശ്വാസിക്കുള്ള പ്രതീക്ഷ. അതുകൊണ്ടാണ് എല്ലാ ദിവസവും ആവർത്തിച്ച് അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരു ദിനത്തെ ഒരുക്കി വെച്ച ആ നാഥൻ എത്ര പരിശുദ്ധൻ, അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കൊരു പ്രതീക്ഷയാണ് പരലോകം. നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായ വിഭവങ്ങളുടെ കുറവ് പലപ്പോഴും നമ്മെ നിരാശയിലേക്ക് കൊണ്ടുപോകും. അവർക്കുണ്ട്, എനിക്കില്ല. അതുപോലെ എനിക്ക് ആരോഗ്യമില്ല, അവൻ ആരോഗ്യമുണ്ട്. എനിക്ക് രോഗമാണ്, എനിക്ക് സമ്പത്തില്ല, എനിക്ക് മക്കളില്ല. എന്റെ മക്കൾക്ക് പ്രയാസമാണ്, എനിക്ക് പ്രയാസമാണ്. ഇങ്ങനെ ജീവിതത്തിൽ ഭൗതികമായ വിഭവങ്ങളിൽ കുറവ് സംഭവിക്കുമ്പോൾ അത് നിരാശയിലേക്ക് എത്തിക്കും. അവിടെ ഒരു വിശ്വാസിക്ക് പരിഭവം പാടില്ല എന്നാണ്. നോക്കൂ നിങ്ങൾ, ഖദ് അഫ്ലഹ മൻ അസ്ലമ. ഒരാൾ വിശ്വാസിയായാൽ അവൻ വിജയിച്ചു എന്നാണ്. ഖദ് അസ്ലമ, ഒരു മുസ്ലിം ആകാൻ ഭാഗ്യം കിട്ടിയാൽ അതാണ് വലിയ വിജയം. അതിനപ്പുറത്തേക്കൊരു വിജയമല്ല. സ്വർഗത്തിലേക്ക് പോകാനുള്ള വാതിൽ തുറക്കപ്പെട്ടു എന്ന് മാത്രം. ആ വാതിലിലൂടെ കടക്കുവാനുള്ള ക്വാളിറ്റിയാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത് വിജയിച്ച മുസ്ലിം ആരാന്നറിയോ? അവന് മതിയായ റിസ്ഖ് കിട്ടിയത് കൊണ്ട് ആ റിസ്ഖ് ലഭിച്ചവൻ. അള്ളാഹു അവൻ എന്താണോ നൽകിയത് അതുകൊണ്ട് ഉള്ളത് കൊണ്ട് സംതൃപ്തിയോടുകൂടി ജീവിക്കുന്നവൻ. ഈ രണ്ട് ഗുണവിശേഷങ്ങളെ ചേർത്തുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് ഖദ് അഫ്ലഹ മൻ അസ്ലമ. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിലെ ഭൗതികമായ ഈ ദുനിയാവിലുള്ള എന്തെങ്കിലുമൊക്കെ കുറവ് അത് നിരാശയ്ക്ക് കാരണമാകാൻ പാടില്ല, പരിഭവത്തിന് കാരണമാകാൻ പാടില്ല.
മറ്റൊന്ന്, അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ശാരീരികമായ വൈകല്യങ്ങൾ ഉണ്ടാകും. അതിലും ആദ്യ പിടിക്കാനോ സങ്കടപ്പെടാനോ നമുക്ക് അവകാശമില്ല. കാരണം ഇതിനൊക്കെ അള്ളാഹ് എനിക്ക് പ്രതിഫലം തരും. ഇതൊക്കെ സമ്പൂർത്തീകരിച്ച് ഞാൻ ഇവിടുന്ന് കടന്നു പോയാൽ ഇതിന്റെയൊക്കെ പ്രതിഫലം കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോകുമാറ് അള്ളാഹു എന്നെ അനുഗ്രഹിക്കും. ഇതൊരു പ്രതീക്ഷയായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പലപ്പോഴും നമുക്ക് താങ്ങാൻ കഴിയാത്ത നഷ്ടങ്ങൾ ജീവിതത്തിൽ അള്ളാഹു പരീക്ഷണമായി നൽകും. അപ്പോഴും ഒരു വിശ്വാസി നിരാശപ്പെടുകയില്ല, അവൻ തളരുകയില്ല. കാരണം അള്ളാഹ് പറഞ്ഞതാണ്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. എത്ര സുന്ദരമാണ് ആയത്ത്. വലനബ്ലുവന്നകും, ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഒരു സംശയം വേണ്ട. എന്തിൽ നിന്ന്? ബിശൈഇൻ മിനൽ ഖൗഫി, കുറച്ചൊക്കെ ഭയം കൊണ്ട്. അള്ളാഹ് ഭയപ്പെടുത്തേണ്ടല്ലോ, എഴുന്നേറ്റിക്കാൻ പറ്റില്ല, പക്ഷെ കുറച്ചൊക്കെ ഭയം തന്ന് നിങ്ങളെ പരീക്ഷിക്കും. വൽ ജൂഇ, നിങ്ങൾക്ക് പട്ടിണി നൽകിക്കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. വനഖ്സിൻ മിനൽ അംവാലി, ധനനഷ്ടം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. വൽ അൻഫുസി, നിങ്ങളുടെ ജീവനഷ്ടം കൊണ്ട് നിങ്ങൾ അള്ളാഹു പരീക്ഷിക്കും. വസ്സമറാത്ത്, വിഭവങ്ങളുടെ നഷ്ടങ്ങൾ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. ഇതൊക്കെ പരീക്ഷണത്തിന് അള്ളാഹ് വെച്ചതാ. അപ്പൊ നമുക്ക് കിട്ടിയതൊക്കെ അള്ളാഹു പരീക്ഷിക്കുവാൻ ഈ ദുനിയാവിൽ വെച്ചിട്ടുള്ള ടൂൾസാണ്, ആയുധങ്ങളാണ്. അതിലൊക്കെ തട്ടി പരീക്ഷണങ്ങൾ ഉണ്ടാകും. എന്നിട്ട് റഹ്മാനായ റബ്ബ് പറഞ്ഞത് എന്താ? വബശ്ശിരിസ് സ്വാബിരീൻ. ഇതൊക്കെ വരുമ്പോ ക്ഷമയോടുകൂടി ജീവിതത്തെ സമീപിക്കുന്നവർക്കാണ് സന്തോഷ വാർത്തയുള്ളത്. വബശ്ശിർ, പ്രവാചകരെ സന്തോഷ വർത്തമാനം അറിയിക്കുക, സ്വർഗത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുക. ആരാണവർ? അസ്വാബിരീൻ, അസ്വാബിരീൻ, അസ്വാബിരീൻ. ജീവിതത്തെ ക്ഷമ കൊണ്ട് നേരിട്ടവരാണവർ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടി പറഞ്ഞില്ലേ, അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, അവരുടെ ജീവിതത്തിൽ ആപത്തുകൾ ബാധിച്ചാൽ അക്കൂട്ടനാരാ? ഖാലൂ, അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹ്, ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിന്റെ അധീനത്തുള്ളവരാണ്, ഞങ്ങൾ അല്ലാഹുവിന്റെ അധീനതയിലാണ്, ഞങ്ങൾ അള്ളാന്റെ കൽപ്പന പ്രകാരം ജീവിക്കുന്ന ആൾക്കാരാണ്, ഞങ്ങൾക്ക് അള്ളാഹു പറഞ്ഞതേ സംഭവിക്കൂ, ജനിക്കുന്നതിന് മുമ്പേ രേഖപ്പെടുത്തിയ കിതാബിലുള്ളതേ എന്റെ ജീവിതത്തിൽ സംഭവിക്കൂ. റഹ്മാനായ റബ്ബ് കാരുണ്യവാനാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവങ്കലേക്ക് തന്നെയാണ് മടങ്ങേണ്ടത് എന്ന് അവർക്ക് വിശ്വാസം ഉണ്ടാവുന്നതാണ്. നോക്കൂ നിങ്ങൾ, ഒന്നുകൂടി റഹ്മാനായ റബ്ബ് പറഞ്ഞു, അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ. ഉലൈക അലൈഹിം, അക്കൂട്ടർക്കാണ് സ്വലവാത്തും മിൻ റബ്ബിഹിം വറഹ്മ. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, റഹ്മാനായ റബ്ബിന്റെ അനുഗ്രഹങ്ങളും കാരുണ്യവും ഇക്കൂട്ടർക്കാണ്. ഉലൈക ഹുമുൽ മുഹ്തദൂൻ, ഇക്കൂട്ടർ തന്നെയാണ് നേർവഴി പ്രാപിച്ചവർ. നിരാശപ്പെട്ടോ? നേർവഴിയിലല്ല. അള്ളൊന്ന് പരീക്ഷിച്ചപ്പോ അതിൽ നിരാശപ്പെട്ട അള്ളാഹുവിനെ കുറിച്ച് ഇഷ്ടമില്ലാത്ത ചിന്തകൾ ഉണ്ടായോ? അവൻ എന്തല്ല? അള്ളാന്റെ മാർഗത്തിലല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ വിശ്വാസി എന്ന് പറഞ്ഞാൽ നിരാശയില്ലാതെ ജീവിക്കുക. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വമുള്ളവൻ, ഭയരഹിതനായി ജീവിക്കുന്നവൻ എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഈമാനിനെ അള്ളാഹു ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കും. അത് സ്വന്തം ശരീരം കൊണ്ടാവും, ചിലപ്പോ അതൊക്കെ വലിയ കൃത്യമായിരിക്കും, ചിലപ്പോ സമ്പത്ത് കിട്ടിയിട്ടുണ്ടാവും, ചിലപ്പോ മക്കളെ കുറിച്ചായിരിക്കും. പല ആദികൾ അള്ളാഹു നമുക്ക് നൽകും. അപ്പൊക്കെ ആർക്കാണ്? വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്കാണ് സന്തോഷം. ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് നേർമാർഗം പ്രാപിച്ചവർ. നമ്മൾ അതിൽ പെടും. കാരണം അള്ളാഹ് എല്ലാരും പരിശോധിക്കൂലേ? എല്ലാരും പരിശോധിക്കും. ഇന്നെ പരിശോധിക്കാൻ പാടില്ല, നാട്ടുകാരെ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. മുഅ്മിനാണോ? അള്ളാഹ് പരിശോധിക്കും. അല്ലാത്തവൻ ചിലപ്പോ എല്ലാ സൗഭാഗ്യവും സൗകര്യവും കിട്ടി അങ്ങനെ ജീവിച്ചു പോകും. സഹോദരങ്ങളെ, താങ്ങാനാവാത്ത വേദനകൾക്ക് പലപ്പോഴും നമ്മളെ നാട് സംഭവിക്കാറുണ്ട്, അല്ലെ? ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ജനുവരി ആദ്യ വാരത്തില് മദീനയിലും അബൂദാബിയിലും ഉണ്ടായ വാഹനാപകടങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടു, അല്ലെ? പിന്നെ ജനുവരി 3-ന്
മദീനയിലെ 4 പേര് മരിച്ചു. 3 പേര് ആശുപത്രിയിലാണ്. കുടുംബനാഥനും ഉമ്മയും ഭാര്യയും 14 വയസ്സുള്ള കുട്ടിയൊക്കെ മരണപ്പെട്ടു. ജനുവരി 4-നോ അബുദാബിയിലെ 5 പേരാണ്. 3 പേര് ആശുപത്രിയിലാണ്. 4 മക്കൾ മരണപ്പെട്ടു. ചെറിയ പ്രായമുള്ള കുട്ടികളാണ്. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ഒരു വീട്ടു ജോലിക്കാരെയും മരണപ്പെട്ടു, അല്ലെ? ഭാര്യയും ഭർത്താവും മക്കളും ആശുപത്രിയിലാണ്. വിശ്വാസികളെ, ഇത് നമുക്കും വരാലോ, അല്ലേ? ഒരു സുപ്രഭാതത്തിൽ നമുക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ. നിരാശ പറ്റൂ? സങ്കടം പറ്റും? പറ്റൂല എന്നല്ല. വിഷമം ഉണ്ടാവൂല എന്നല്ല പറഞ്ഞതിനർത്ഥം. നിരാശ ഉണ്ടാവില്ല എന്നല്ല. നിരാശ എന്ന് പറഞ്ഞെന്തരാ? അള്ളാഹുവിൽ പ്രതീക്ഷ ഇല്ലാത്ത അവസ്ഥക്കാണ് നിരാശ എന്ന് പറയുന്നത്. ഒരു ബ്ലഡ് റിസൾട്ട് വന്നപ്പോ നമ്മളെ കാര്യം മറിയില്ലേ സഹോദരങ്ങളെ, അല്ലേ? ഒരേ റിസൾട്ടിന് വേണ്ടി ഒരു 15 ദിവസം വെയിറ്റ് ചെയ്താ നമ്മൾ ഉരുകിത്തീരൂലേ? അവിടെ ഒന്നും നിരാശ പാടില്ല. റഹ്മാനായ റബ്ബിന്റേക്കുള്ള മറക്കമാണ്. നോക്കൂ നിങ്ങൾ, ഇത്തരം ഘട്ടങ്ങളിൽ നമുക്ക് ആശ്വസിക്കാനും നമുക്ക് ആശ്വസിപ്പിക്കുവാനുമുള്ള ഒരേ ഒരു കാര്യം പരലോകം പറയാ, പരലോകത്തെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ. കാരണം എന്താണെന്നറിയോ? ഈ ലോകത്തെ യാത്ര അവസാനിച്ചു എന്നതിനർത്ഥം, ഈ ലോകത്തെ യാത്ര അവസാനിച്ചു എന്നതിനർത്ഥം ജീവിതം അവസാനിച്ചു എന്നല്ല. ജീവിതം അവസാനിച്ചു എന്നല്ല. മരണപ്പെട്ടവർ നമ്മേക്കാൾ മുൻപേ ലക്ഷ്യസ്ഥാനത്തെത്തി എന്നേ ഉള്ളൂ. നമ്മേക്കാൾ മുമ്പേ അവരെന്ത് ചെയ്തു? ലക്ഷ്യസ്ഥാനത്തെത്തി. നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോകും. കാരണം മരണത്തിൽ നിന്ന് ഒരാൾക്കും രക്ഷല്ല. കാരണം അവിടെയാണ് പ്രതിഫലം സമ്പൂർണമായി കിട്ടുക. അവിടെയാണ് റഹ്മാനായ റബ്ബ് നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. അവിടെ ഒരുങ്ങിപ്പോക എന്ന് മാത്രമാണ് നമ്മുടെ കരണീയമായിട്ടുള്ള കാര്യം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ മനുഷ്യരും, എല്ലാ ആത്മാവും മരണം ആസ്വദിക്കുന്നതാണ്. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. വഇന്നമാ തുവഫൗന, ഹേ മനുഷ്യ, നിനക്ക് സമ്പൂർണമായി പ്രതിഫലം നൽകപ്പെടുക യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലാണ്. അന്നേ കിട്ടുള്ളൂ. എന്താണ് ആ പ്രതിഫലം? ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന. ആരാണോ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും വഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്, ഫഖദ് ഫാസ്, തീർച്ചയായും അവനാണ് വിജയി. നമ്മളാകുമോ? ഫഖദ് ഫാസ്, അവനാണ് വിജയം നേടുന്നത്. എന്നിട്ട് റഹ്മാനായ റബ്ബ് അടിവരയിട്ട് പറഞ്ഞു, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഹേ മനുഷ്യ, നിന്നെ കബളിപ്പിക്കുന്ന ഒരു വിഭവം മാത്രമാണ് ദുനിയാവിലെ ജീവിതം. അതിങ്ങനെ കാണുമ്പോൾ ഒരു മരീചിക പോലെ തോന്നും, അത് എനിക്കുണ്ട്, പക്ഷെ അത് എവിടേക്കത്തോ എനിക്ക് കിട്ടൂല. കിട്ടിയാൽ തന്നെ അത് ഉപയോഗിക്കാൻ കൂടൂല. ഇതാണ് ദുനിയാവ്. അതൊന്നും മനസ്സിലാക്കിക്കൂടെ എന്ന് റഹ്മാനായ റബ്ബ് ചോദിക്കാം. ഇനി ഒന്നുകൂടി കേൾക്കണം കേട്ടോ. ഈ ദുനിയാവിൽ ഇങ്ങനെ ജീവിക്കുമ്പോ നമ്മുടെ മക്കളും വിശ്വാസികളാണെങ്കിൽ അല്ലാഹ് ഒരു സൗഭാഗ്യം പറയുന്നുണ്ട്, കുടുംബത്തോടൊപ്പം സ്വർഗത്തിലാക്കി തരാൻ. അതല്ലേ ആഗ്രഹം? നമ്മൾ ഏറെ സ്നേഹിക്കുന്നത്, ഏറെ ജീവിക്കുന്നത് ആർക്കാ? ഒറ്റക്കാണ് ഇങ്ങനെയൊക്കെ വേണം. ആലോചിച്ച് നോക്കി, നമ്മൾ ഒറ്റക്ക് ജീവിക്കാൻ ഈ ഇടങ്ങാറൊക്കെ ഉണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കണേ? അല്ലാഹ് പറയാ, വല്ലദീന ആമനൂ, ഒരു കൂട്ടർ വിശ്വാസികൾ, വത്തബഅതുഹും ദുർരിയത്തുഹും ബിഈമാൻ, അവരുടെ സന്താനങ്ങളും വിശ്വാസത്തിൽ അവരെ പിന്തുടരുകയും ചെയ്തിരിക്കുന്നു. നല്ല ഈമാനുള്ള വിശ്വാസമുള്ള മക്കളായി അവർ വളരുകയും ചെയ്തിട്ടുണ്ടോ? അല്ലാഹ് പറഞ്ഞു, അൽഹഖ്നാ ബിഹിം ദുർരിയത്തുഹും, അവരോടൊപ്പം അവരുടെ സന്താനങ്ങളെയും നാം അവരോടൊപ്പം ചേർക്കുന്നതാണ്. നല്ല വിശ്വാസമുള്ള മക്കൾ ഉണ്ടാവുക, നല്ല ചിട്ടയുള്ള മക്കൾ ഉണ്ടാവുക. റഹ്മാനായ റബ്ബ് അവരെയും നമ്മുടെ സ്വർഗത്തിൽ കൂടെ കൂട്ടും. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, വമാ അലത്തിനാഹും മിൻ അമലിഹിം മിൻ ഷൈ, അവരുടെ കർമ്മങ്ങളിൽ നിന്ന് യാതൊരു കുറവും അല്ലാഹു വരുത്തൂല. മക്കളൊപ്പം ചേർത്തു വിചാരിച്ചിട്ട് ചെയ്ത കർമ്മം കുറയില്ല. അല്ലാഹ് പറയാം, എന്തൊരു സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അല്ലാഹ് പറഞ്ഞിട്ടോ, അതിന്റെ അവസാനം നോക്കൂ, കുല്ലിംരിഇം ബിമാ കസബ റഹീൻ, ഏതൊരു മനുഷ്യനും സ്വന്തം കർമ്മങ്ങൾക്ക് പണയം വെക്കപ്പെട്ടവനാകുന്നു. കുറെ പ്രശ്നങ്ങൾ നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ്. അവന്റെ കർമ്മത്തിന് പണയം വെക്കപ്പെട്ടവനാണ് മനുഷ്യൻ എന്നാണ്. അപ്പൊ അവന്റെ കർമ്മത്തിന്റെ അനന്തരഫലമാണ് അവന്റെ ജീവിതത്തിലെ ഇഹപരത്തിലുള്ള വിജയം എന്ന് നമ്മൾ അറിയണം.
ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നോക്കൂ നിങ്ങൾ, പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നിട്ടില്ലേ? നോക്കൂ നിങ്ങൾ, മകൻ ഇബ്രാഹീമിന്റെ മരണസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞു. ഹദീസ് ഇങ്ങനെയാണ്, ഇന്നൽ ഐന തദ്മഉ, തീർച്ചയായും കണ്ണുനീർ വാർക്കുന്നു, വൽ ഖൽബു യഹ്സുനു, ഹൃദയം ദുഃഖിക്കുന്നു. ദുഃഖിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല, നിരാശ വേണ്ടെന്നാണ്. വലാ തഖൂലു ഇല്ലാ മാ യർലാ റബ്ബുനാ, നബി പറയാ, ഞങ്ങളുടെ രക്ഷിതാവ് തൃപ്തിപ്പെടുന്നതല്ലാത്ത ഒരു വാക്കും ഞങ്ങൾ പറയുകയില്ല. ഒരു ഉപ്പ പറയാ മകൻ മരണപ്പെട്ടപ്പോൾ, ഇബ്രാഹിം ലമഹ്സൂനൂൻ, ഓ ഇബ്രാഹിം, നിന്റെ വേർപാടിൽ തീർച്ചയായും ഞങ്ങൾ ദുഃഖിതരാണ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയിൽ ദുഃഖിക്കണ്ടെന്നല്ല, നിരാശപ്പെടേണ്ടതാണ്. മാത്രമല്ല സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രതിസന്ധിക്കും അള്ളാഹു എത്രയാണ് പ്രതിഫലം ഒരുക്കിയിട്ടുന്നത്. അപകടത്തിൽ മരണപ്പെടുന്ന വിശ്വാസികൾക്ക് ഷഹീദിന്റെ കൂലുണ്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അശ്ശുഹദാഉ ഖംസ, ഹദീസ് കേട്ടിട്ടില്ലേ നിങ്ങൾ? അള്ളാന്റെ അടുത്ത് ഷഹീദീങ്ങൾ 5 വിഭാഗം. ഒന്ന് അൽ മത്ഊൻ, പ്ലേഗ് പിടിച്ചു മരിക്കുന്ന ആളുകൾ. വൽ മബ്തൂൻ, വയറ് സംബന്ധമായ അസുഖം പിടിച്ചു മരിക്കുന്ന ആളുകൾ. വൽ അരീഖ്, മുങ്ങി മരിക്കുന്ന ആളുകൾ. വസാഹിബുൽ ഹദ്ം, കെട്ടിടം വീണോ അപകടത്തിൽപ്പെട്ടോ മരിക്കുന്ന ആളുകൾ. വശഹീദ് ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ ആൾ. ഇതിലെന്തേലും പെട്ടാൽ നിരാശപ്പെടണ്ട. അള്ളാഹു ഈ പ്രതിഫലം അവർക്ക് കൊടുക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നോക്കൂ നിങ്ങൾ, മക്കളെ കാര്യത്തിൽ 3 പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അയാൾ രക്ഷപ്പെട്ടു എന്നാണ്, അല്ലേ? നമ്മുടെ മക്കളെ സംരക്ഷിക്കാൻ നമുക്ക് ആഫിയത്ത് അല്ലാഹ് തന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് മഹത്തായ പ്രതിഫലം കിട്ടും. നോക്കൂ നിങ്ങൾ, മക്കളെ നഷ്ടപ്പെട്ടവർക്ക് സ്വർഗത്തിലെ ബൈത്തുൽ ഹംദ് ഉണ്ട്. മലക്കുകളോട് അല്ലാഹ് ചോദിക്കും, ആ മകൻ മരിക്കാൻ, ആ മകളെ മരിപ്പിക്കാൻ വേണ്ടി വരുന്ന മലക്കുകൾ വന്നാലേ ചോദിക്കും, തിരിച്ചു വന്ന അല്ലാഹ് ചോദിക്കും, എന്റെ ദാസന്റെ കൺമണിയെ നീ പിടിച്ചെടുത്തോ എന്നുള്ള ചോദിക്കും. മലക്കുകൾ അല്ലാതെ റബ്ബേ ഞങ്ങൾ പിടിച്ചെടുത്തല്ലോ എന്ന് പറയും. അപ്പൊ ഉടനെ അല്ലാഹ് ചോദിക്കും, എന്റെ ദാസൻ ഉടനെ എന്താ പറഞ്ഞേന്ന്? ഒരു പ്രതിസന്ധി വന്നപ്പോ എന്റെ അടിമ എന്ത് പറഞ്ഞു? ഖാലൂ, ആ മലക്കുകൾ പറയും, ഹമിദക്ക, അല്ലാഹുവേ നിന്നെ ആ അടിമ സ്തുതിച്ചു. ഇസ്തിർജാ നടത്തി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നവർ പ്രാർത്ഥിച്ചു എന്നാണ്. മകൻ മരിച്ചപ്പോ, മകള് മരിച്ചപ്പോ, ജീവിതത്തിൽ പ്രയാസങ്ങൾ വർദ്ധിച്ചപ്പോ മനസ്സറിഞ്ഞ് പറയാം, ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അള്ളാന്റെ അടുത്തുനിന്നാ, വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവങ്കലേക്ക് തന്നെ മടങ്ങും. നോക്കൂ നിങ്ങൾ, ഫയഖൂലുല്ലാഹ്, അല്ലാഹു അപ്പൊ പറയും, ഇബ്നു ലി അബ്ദി ബൈതൻ ഫിൽ ജന്ന, എന്റെ അടിമക്ക് സ്വർഗത്തിൽ വീട് പണിതു കൊടുക്ക്. വസമ്മൂഹു ബൈത്തുൽ ഹംദ്, ബൈത്തുൽ ഹംദ് എന്നതിന് പേരിട് എന്ന് അള്ളാഹു പറയുമെന്നാണ്. പരലോകത്തിന് വേണ്ടി ഒരുങ്ങാന്നുള്ളതാണ് വിശ്വാസികളെ ജീവിതത്തിൽ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം. അല്ല ഈ ദുനിയാവിലെല്ലാം നേടാമെന്ന് വിചാരിച്ചാൽ ആരെങ്കിലും സാധിക്കോ സഹോദരങ്ങളെ? ഇല്ല, ആർക്കും സാധ്യമല്ല. അപൂർണമാണ് ദുനിയാവ്. പൂർണ്ണതയും എല്ലാം നാളെ പരലോകത്ത് വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അന്യരിലേക്ക് നോക്കുന്നതിന് പകരം നമ്മിലേക്ക് നോക്കി നമ്മുടെ ജീവിതത്തെ വിലയിരുത്തി ഞാൻ നിരാശയില്ലാതെ പ്രതീക്ഷയോടുകൂടി മുഅ്മിനായി എന്റെ മരണത്തെ, ഇന്നല്ലെങ്കിൽ നാളെ എന്നെ കാത്തിരിക്കുന്ന മരണം എനിക്ക് സ്വർഗത്തിലേക്കുള്ള ആദ്യ കവാടമാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് സാധിക്കാന്നുള്ളതാണ് ഈ ദുനിയാവിലെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആലോചിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്നത് നമുക്ക് വേണ്ടിയല്ല, നമ്മുടെ കുടുംബത്തെ കുറിച്ചാണ്. അവർക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതം. അവരുടെ കാര്യത്തിലാണ് ഏറ്റവും വലിയ ആദിയും നമുക്കുള്ളത്. മക്കളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് ഇസ്ലാമിലേക്ക് അടുത്തു വരാനുള്ള സാഹചര്യം നന്നേ കുറഞ്ഞു പോയിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം.
മതത്തിൽ നിന്ന് തന്നെ അകന്നു പോകാനും മാതാപിതാക്കളെ തന്നെ ഉപേക്ഷിക്കാനും ബന്ധങ്ങളൊക്കെ തന്നെ തകർത്തെറിയാനുമുള്ള മാനസികാവസ്ഥക്ക് കരുത്തു നൽകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ചുറ്റുപാടുമുള്ളത്. അതുകൊണ്ട് രക്ഷിതാക്കളായ നമ്മൾ ഒരു പ്രശ്നം വരുന്നതിനു മുൻപ് പരിഹാരമുണ്ടാക്കുക എന്നത് നിർബന്ധമാണ്. എന്താണ് പരിഹാരം? ആ പരിഹാരം എന്ന് പറയുന്നത് മതപരമായ ഒരു അന്തരീക്ഷത്തിൽ കുടുംബവും നാടുമായി തീരുക, നമ്മളായി തീരുക എന്നതാണ്. രണ്ട് കാര്യങ്ങളാണ് അതിനു വേണ്ടത്. ഒന്ന്, നന്മകൾ കേൾക്കാനുള്ള അവസരങ്ങൾ. ഏതു വലിയ കോഴ്സിനെ ചേർത്താലും ഇപ്പൊ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. SLC പരീക്ഷ വരുന്നു, +1ഉം +2ഉം അല്ലെ, രക്ഷിതാക്കൾക്ക് ആദിയായി തുടങ്ങി. ഇനി എന്തു ചെയ്യും? ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യം, എന്റെ കുട്ടി കൈവിട്ടു പോകാതിരിക്കാൻ, ഞാൻ മനസ്സ് തകർന്നു പോകാതിരിക്കാൻ, എനിക്കുണ്ടാകേണ്ടുന്ന, എന്റെ വീട്ടിലുണ്ടാകേണ്ടുന്ന, എന്റെ മക്കൾക്കുണ്ടാകേണ്ടുന്ന സാഹചര്യത്തെ കുറിച്ചാണ് റസൂലുള്ളാഹിന്റെ ഉപമയും. അത് മാത്രം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. എന്താണെന്നറിയോ? മസലുൽ ജലീസു സ്വാലിഹ് വൽ ജലീസു സൂ. നല്ല ഒരു കൂട്ടുകാരനെ സ്വീകരിച്ചവൻ ചീത്ത കൂട്ടുകാരനെ സ്വീകരിച്ചവനെ കുറിച്ചൊക്കെ അള്ളാഹിന്റെ റസൂൽ പറയുന്നുണ്ട്. എരുത്തിരിക്കുന്ന ആളെ കുറിച്ചാണ് പറയുന്നത്. തൊട്ടടുത്താരാ? അങ്ങനെ ചിന്തിച്ചു നോക്കി. തൊട്ടടുത്താരാ? കമസലി സാഹിബിൽ മിസ്ക് വക്കീരിൽ ഹദ്ദാദ്. റസൂലുള്ളാഹി പറയാണ്, ഒന്ന് ഒരു സുഗന്ധ കച്ചവടക്കാരനാണ്, മറ്റൊന്ന് ഇരുമ്പ് ആലയിൽ പണിയെടുക്കുന്ന ഇരുമ്പ് പണിക്കാരനാണ് എന്ന് റസൂലുള്ളാഹി വിശദീകരിച്ചു. ഫസാഹിബുൽ മിസ്ക്, സുഗന്ധം വിൽക്കുന്നവനെ കൂട്ടുകാരനായി സ്വീകരിച്ചവൻ. ഇമ്മാ അൻ യുഹ്ദിക്, ചിലപ്പോ നിനക്ക് ആ യാത്ര കഴിഞ്ഞു പോകുമ്പോ ഒരു സുഗന്ധം നിനക്ക് സൗജന്യമായിട്ട് അവൻ തരും. അപ്പൊ ജീവിതത്തിൽ സുഗന്ധം കിട്ടും. അല്ലെങ്കിൽ നല്ല സുഗന്ധം നോക്കി നിനക്ക് അവനിൽ നിന്ന് വാങ്ങാൻ പറ്റും. ഇത് രണ്ടും സംഭവിച്ചിട്ടില്ലെങ്കിലും നീ അവന്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ സുഗന്ധം നിനക്ക് ശ്വസിക്കാനും നിന്റെ ശരീരത്തിൽ പുരട്ടാനും പറ്റും. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപമയാണ്. ഒരു നല്ല കൂട്ടുകാരനാണെങ്കിൽ ഇത്ര ഗുണങ്ങൾ നിനക്ക്. എന്നാൽ വക്കീറുൽ ഹദ്ദാദ്, നീ ഒരു ഇരുമ്പ് പണിക്കാരൻ, ആലയിൽ ഇരുമ്പ് പണിയെടുക്കുന്നവനെയാണ് സ്വീകരിച്ചതെങ്കിലോ അവന്റെ ആലയിന്റെ അടുത്തങ്ങനെ പോയിരിക്കുമ്പോ അതിൽ നിന്ന് തീപ്പൊരികൾ പാറി നിന്റെ നല്ല വൃത്തിയുള്ള വസ്ത്രം കരിപുരളുകയും യുഹരിക്ക, അത് ചിലപ്പോ കത്തും ഓട്ടയൊക്കെ ചെയ്യും. ഇനി തിരിച്ചു പോരുമ്പോഴോ ദുർഗന്ധം നീ വേർത്തിട്ടുണ്ടാവും, അവന്റെ ദുർഗന്ധം, എല്ലാ മാലിന്യവും നിന്റെ ശരീരത്തിലായി ദുർഗന്ധമുള്ളവനായി നീ വരുന്ന നല്ലൊരു മനുഷ്യൻ പോയിരിക്കുമ്പോ കിട്ടുന്ന ഗുണം. ആരെടുത്ത് പോയിരിക്കുമ്പോ? ചീത്ത മനുഷ്യന്മാരെ കൂടെ ഇരിക്കുമ്പോ. ഞാനതിലൊന്നും പെടൂല എന്ന് പറഞ്ഞ കാര്യമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മെക്കുറിച്ച് ചിന്തിക്കാം. നിരാശപ്പെടാൻ അത് മതി. മക്കളെക്കുറിച്ചും നമ്മെക്കുറിച്ചുമൊക്കെ ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സാഹചര്യങ്ങൾ ഒരുക്കി, ചുറ്റുപാടുകൾ മനസ്സിലാക്കി, വളരെ പക്വതയോടുകൂടി നമ്മൾ ജീവിതത്തെ നോക്കിക്കാണുക എന്നതാണ് പരിഹാരം. ഇന്ന് കണ്ണടച്ചാൽ പിന്നെ ശാശ്വതമായ ലോകമാണ്, അനന്തമായ ലോകം. അവിടെ റഹ്മാനായ റബ്ബ് കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ അമലുകളുടെ പ്രശോഭകൾ വെട്ടിത്തിളങ്ങി നമ്മെ പ്രതീക്ഷയോടുകൂടി നോക്കിയിരിക്കുന്നുണ്ട്. ഏതുവരെ? നമ്മുടെ നാട്ടിലെ പള്ളിക്കാട്ടിലെ ഖബറിൽ എല്ലാവരും ഇട്ടെറിഞ്ഞു പോരുമ്പോ ഒരാൾ നമ്മൾ ഖബറിലേക്ക് വരും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അയാളെ കാണുമ്പോ അതീവ സൗന്ദര്യമുണ്ടാകും, സുഗന്ധമുണ്ടാകും. ഖബറാളി ആരുമില്ലാത്ത ബേജാറിൽ കിടക്കുമ്പോ ചോദിക്കും, നീ ആരാ? ആ സുന്ദരനായ രൂപം പറയും, ഞാൻ നിന്റെ അമലുകളാണ്, നിന്റെ സൽക്കർമ്മങ്ങളാണ്. അതെ, ആ ഖബറിലെ കൂട്ടായി സൽക്കർമ്മങ്ങളെ ഉണ്ടാകും. നല്ല മനസ്സിന്റെ ഉടമകൾക്ക് അത് ലഭിക്കൂ, പ്രതീക്ഷയുള്ളവർക്ക് അത് ലഭിക്കൂ. നിരാശ എല്ലാം തകർത്തുകളയും. അതുകൊണ്ട് ജീവിതം ഒരു പരീക്ഷണത്തിന്റെ ലോകമാണെന്ന് തിരിച്ചറിയുന്നിടത്താണ് നമുക്ക് വിജയിക്കാൻ സാധിക്കേണ്ടത്. അല്ലേ? തന്റെ നഖമൊന്ന് വെട്ടി അത് ചെറുതായൊന്ന് പഴുത്ത് 6 മാസം കൊണ്ട് മുട്ടിന് മുകളിൽ മുറിച്ചു മാറ്റേണ്ടി വന്നൊരു സഹോദരൻ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ എന്തു ചെയ്യുമെന്നാണ്. അല്ലെ? തുടങ്ങിയപ്പോ ഒരു ചെറിയ അടയാളം മാത്രം. പിന്നീട് മാസങ്ങൾ കൊണ്ട് പ്രതീക്ഷകൾ അസ്തമിച്ചു പോകുമ്പോ
അള്ളാന്റെ റസൂലിന്റെ കാലത്ത് തന്റെ കാല് വെട്ടിമുറിച്ചു മാറ്റുമ്പോ അന്നത്തെ അനസ്തേഷ്യക്ക് പകരം കൊടുക്കുന്ന മദ്യം വേണ്ട എനിക്കെന്ന് പറഞ്ഞ് ബോധം കെടുത്താൻ അന്നുപയോഗിച്ചിരുന്ന മദ്യം എനിക്ക് വേണ്ട, എന്റെ കാല് മുറിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ ആ കാല് മുറിച്ചു മാറ്റി അദ്ദേഹം ആ കാൽ കയ്യിലെടുത്ത് അള്ളഹാനോട് പറയുന്ന വാക്കുണ്ട്, പടച്ചോനെ, ഞാൻ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഈ കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നു പോയിട്ടില്ല. അതെ, പരീക്ഷണങ്ങൾ വരുമ്പോ അതാ, പടച്ചോനെ, ഇത്രയും കാലം ഞാനൊരു ഹറാമിലേക്ക് പോയിട്ടില്ല, തിന്മയുടെ മാർഗത്തിൽ പോയിട്ടില്ല, എന്നെ കാക്ക് റബ്ബേ എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കും. വിശ്വാസികളെ, അതാണ് ജീവിതം. അതുകൊണ്ട് നമുക്ക് ധാരാളം പ്രതിസന്ധികളുണ്ട്. മക്കളെ കുറിച്ച് വല്ലാത്ത പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ പ്രയാസപ്പെടുന്ന എല്ലാ സഹോദരങ്ങൾക്കും മനസ്സാന്നിധ്യത്തോടു കൂടി അധ്വാനിക്കാനും പ്രാർത്ഥിക്കുവാനുമുള്ള കെൽപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. ധാരാളം പ്രയാസങ്ങൾ അത് മുഖേന അനുഭവിക്കുന്നുണ്ട്. എല്ലാ സന്തോഷങ്ങളും ഒരു നിമിഷം അത് ആലോചിക്കുമ്പോൾ നഷ്ടപ്പെടുന്നവരുണ്ടാകും. പക്ഷേ തിരിച്ചു പിടിക്കണം നമ്മുടെ ഈമാനിനെ, വിശ്വാസത്തെ, ആ പ്രകാശത്തെ. ഇതിനെല്ലാം എനിക്ക് പ്രതിഫലം ലഭിക്കുമെന്നും ഈ പരീക്ഷണങ്ങളൊക്കെ അള്ളാഹു എന്നിൽ നിന്ന് സ്വീകരിക്കുമെന്നുമുള്ള പ്രതീക്ഷ. അള്ളാഹു അങ്ങനെ പ്രയാസപ്പെടുന്ന രക്ഷിതാക്കൾക്ക് മനസ്സമാധാനം നൽകുമാറാവട്ടെ, ആ മക്കൾക്ക് ശിഫ നൽകുമാറാവട്ടെ. വാർദ്ധക്യ സഹജമായി ബുദ്ധിമുട്ടുന്ന ധാരാളം രക്ഷിതാക്കളുണ്ട്. നടക്കാൻ, ഒന്ന് ഇരിക്കാൻ, അല്ലെ ഒന്ന് ബാത്റൂമിൽ പോകാൻ, അല്ലെ കണ്ണ് നനഞ്ഞു പോകുന്നവരുണ്ട്. സഹോദരങ്ങളെ, ഭയപ്പെടേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല, നിരാശപ്പെടേണ്ടതില്ല. എല്ലാം കാണുന്ന റഹ്മാനായ റബ്ബ് എല്ലാം സ്വീകരിക്കാൻ റെഡിയായിരിക്കുന്നു. അത്തരം ആളുകൾക്ക് ക്ഷമിക്കാനും പ്രാർത്ഥിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ രക്ഷിതാക്കൾ, മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ, ഭാര്യമാർ, മക്കൾ എല്ലാവരും നേരത്തെ പോയതാണ്. അവരെ സ്വർഗത്തിൽ കണ്ടുമുട്ടുവാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ തലമുറ പ്രകാശത്തിൽ ജീവിക്കുന്നത് കാണാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.